ഹലോ ഹായ് നമസ്കാരം. ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് കുരുമുളക് തൈയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിൻ്റെ പിറകു വശത്ത് നമ്മുടെ കോൺക്രീറ്റ് പോസ്റ്റിൽ സെറ്റ് ചെയ്ത കുറച്ച് കുരുമുളക് തൈകളാണ്. അതിൽ കൂടുതലായിട്ടും ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈയാണ്. ഇപ്പം നിങ്ങൾക്ക് ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പന്നിയൂർ ഇനത്തിൽപ്പെട്ട 10ാമത്തെ നമ്പർ, അതായത് പന്നിയൂർ 10 നമ്പർ കുരുമുളക് തൈയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതിൻ്റെ തൈകൾ ഇതിപ്പം വെച്ചിട്ട് ഇതൊരു കോൺക്രീറ്റ് പോസ്റ്റാണ്. ഇതിൽ ഞാനിപ്പം വെച്ചിട്ട് 10 അടിയുടെ പോസ്റ്റാണിത്. ഇത് 10ൻ്റെ തൈയാണ്. ഇത് കണ്ടില്ലേ, കായ്ച്ചിട്ടുണ്ട്. ഇതാ നമുക്ക് ഈ നാഗപതി രീതിയിൽ വേര് പിടിപ്പിച്ച തൈകളാണ്. അപ്പം അതിൻ്റെ 10ാമത്തെ തൈ കായ്ച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ട ഇതിൻ്റെ വലിപ്പം കണ്ട, ഇതാ തിരിയുടെ വലിപ്പമാണ് കാണുന്നത്. എന്നാൽ എല്ലാ തിരികളും ഈ ഒരു വലുപ്പത്തിൽ വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ട് കായ്ച്ചത് കൊണ്ടായിരിക്കും. കാരണം ഈ ഒരു വലുപ്പത്തിൽ തിരികൾ ഉണ്ടാകും എന്നാണ് നമുക്കിത് അറിയാൻ പറ്റിയത്. ഇതിപ്പം ഒരു കുറച്ച് തിരികളൊക്കെ നമുക്ക് നല്ല വലുപ്പത്തോട് കാണുന്നുണ്ട്, എന്നാൽ കുറച്ച് തിരികൾ വലുപ്പം കുറഞ്ഞിട്ടും കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതിപ്പം അത്ര വലുപ്പമില്ല, എന്നാൽ ഇവിടെയൊക്കെ ഇത് കണ്ട, ഇതൊക്കെ നന്നായിട്ട് വലുപ്പമുള്ള തിരികൾ തന്നെയാണ്. കാരണം ഈ ഒരു വലുപ്പത്തിൽ തന്നെ എല്ലാ തിരികളും ഉണ്ടാവും. ഇത് ആദ്യം കായ്ച്ചത് കൊണ്ടായിരിക്കാം എല്ലാ തിരികളും നമുക്ക് വലുപ്പം കിട്ടിയിട്ടില്ല. ഇനി ഇതിൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്നത് പന്നിയൂർ 9 പന്നിയൂർ 9 നല്ല തിരി വലുപ്പമുള്ള കൂടി തന്നെയാണ്. എന്നാൽ 10നെ അപേക്ഷിച്ചിട്ട് അത്രത്തോളം വലുപ്പമില്ല, എന്നാലും ഇത്തിരി വലുപ്പമുള്ള ഒരു കൊടി തന്നെയാണ്. ഇതും എല്ലാം ഒന്നിച്ചിട്ട് വെച്ചതാണ്. ഇതും 1.5 വർഷം മാത്രം പ്രായമായതാണ്. ഇതൊരു 10 അടിയുടെ പോസ്റ്റ് 2 അടി താഴ്ചയിൽ കുഴിച്ചിട്ട് മുകളിൽ 8 അടിയുടെ ഇതാണ്. നമുക്ക് നാഗപതി രീതിയിൽ വേര് പിടിപ്പിച്ച തൈകളാകുമ്പോൾ നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്കിത് തിരികൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കണ്ണിക്കുത്തി വളരുന്നുമുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലെത്തി മുകളിൽ 2 കമ്പി സെറ്റ് ചെയ്ത് മറിഞ്ഞ് വീഴുന്നതാണ്. ലോക്കായിട്ട് അവിടെ കിടക്കുന്നതാണ്. ആ ഒരു രീതിയിൽ നമുക്ക് നാഗപതി രീതിയിൽ വേര് പിടിപ്പിച്ച തൈകളാകുമ്പോൾ നമുക്കൊരു 10 അടി 12 അടി പോസ്റ്റിലൊക്കെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അടുത്ത് കിടക്കുന്നത് നമുക്ക് പന്നിയൂർ 8ൻ്റെ തൈയാണ് ഈ കാണുന്നത്. കണ്ട, ഇത് കണ്ടില്ലേ, പന്നിയൂർ 8ന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് കരിമുണ്ട പോലെ ഉള്ള തിരികളേ ഉള്ളൂ. തിരികൾക്ക് വലുപ്പം കുറവാണ്, പക്ഷേ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു കൊടിയാണ് പന്നിയൂർ 8. പന്നിയൂർ 8 നന്നായിട്ട് വിജയിച്ചൊരു കൊടിയാണ്. കണ്ട, ബുഷായിട്ട് കായ്ക്കും എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഇതാ നിങ്ങൾ കണ്ട, ഇലകൾ പോലെ തന്നെ ഇതിൽ തിരികളുമുണ്ട്. കണ്ടില്ലേ, നല്ലതായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതാ എല്ലാ ഭാഗത്തും ഇതൊക്കെ ഒന്നിച്ചിട്ട് വെച്ചതാണ്. കണ്ട, ഇതിലൊരു പ്രത്യേകത നാഗപതി രീതിയിൽ നമുക്ക് ഇത് ഇറക്കി പതിച്ചതല്ല. ഇത് ശരിക്കും കണ്ണിക്കുത്തി വളർന്നതാണ്. നമുക്ക് കണ്ണിക്കുത്തി വളരുന്നതിനൊരു പ്രത്യേകത, നമുക്ക് തിരികളെടുക്കുന്നതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ഷേപ്പായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ മുതൽ തന്നെ നമുക്കൊരു കണ്ണിക്കുത്തി വളരാൻ പറ്റും. നമുക്കൊരു 10 അടിയുടെ പോസ്റ്റിലൊക്കെ നമുക്ക് നാഗപതി രീതിയിൽ വേര് പിടിപ്പിച്ച തൈകൾ നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അടുത്ത് കിടക്കുന്നത് പന്നിയൂർ 5ൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇത് കണ്ടോ, ഇത് പന്നിയൂർ 5. ഇത് അത്യാവശ്യം നന്നായിട്ട് തിരുവലുപ്പമുള്ളൊരു മുളക് തൈ തന്നെയാണ് നമ്മുടെ ഈ പന്നിയൂർ 5. പന്നിയൂർ 5ഉം നമുക്ക് ഈ 8ൻ്റെ പോലെ തന്നെ നന്നായിട്ട് വിജയിച്ചൊരു തൈ തന്നെയാണ്. അതുപോലെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് മുമ്പത്തെ പോലെ 3 വർഷം വരെയൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു വർഷത്തിന് ശേഷം തന്നെ ഇത് തിരികൾ ഉണ്ടാവുന്നതാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2024 ഡിസംബറിൽ സെറ്റ് ചെയ്തതാണ്. 1.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാനിത് സെറ്റ് ചെയ്തിട്ട്. ഇത് കണ്ട, അടിഭാഗത്തും താഴെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് കണ്ണികുത്തി വളർന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പരിചരണവും കാര്യങ്ങളും ഇതിൻ്റെ വളപ്രയോഗവും ഇതിനടിച്ചു കൊടുക്കേണ്ട ഫംഗിസൈഡും അതുപോലെ ഇൻസെക്ടിസൈഡൊക്കെ നമുക്കതിൻ്റെ ആവശ്യാനുസരണം ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതും വളപ്രയോഗമൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിത് ഇതുപോലെ നമുക്ക് തൈകൾ വളർന്ന് കിട്ടുകയും നന്നായിട്ട് മുളക് പിടിക്കുകയുള്ളൂ. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത് തന്നെ എൻ്റെ ഈ ചാനലിൽ ഇടുന്നതാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓളുന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഫേസ്ബുക്കിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ നഴ്സറിയിൽ ഇതുപോലെ പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ. പന്നിയൂർ 1, 5, 8, 10ൻ്റെ തൈകൾ ഇപ്പം നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പം നമുക്ക് നാഗപതി രീതിയിൽ വേര് പിടിപ്പിച്ച തൈകളാണ്. അപ്പം നമുക്ക് നമ്മുടെ നഴ്സറിയിലുള്ള തൈകളെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഈ കാണുന്നത് പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുരുമുളകിൻ്റെ തൈകളാണ്. നിങ്ങൾ ഈ കാണുന്നത് ഇത് നാഗപതി രീതിയിൽ വേര് പിടിപ്പിച്ച തൈകളാണ്. നാഗപതി രീതിയിൽ വേര് പിടിപ്പിച്ച നിങ്ങൾ കാണുന്നില്ല, നല്ല ശക്തിയോടുകൂടി തന്നെ നമുക്ക് മുകുളങ്ങൾ വരുന്നതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ തൈകൾ കുറച്ച് മാത്രമേ നമ്മുടെ ഈ നഴ്സറിയിൽ സ്റ്റോക്കുള്ളൂ. ഈ കാണുന്നത് 1ൻ്റെയൊക്കെ തൈകളാണ്. 1, 5, 10ൻ്റെ തൈകൾ നമ്മുടെ ഈ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇതാ ഈ ഒരു വലുപ്പത്തോട് കൂടിയിട്ടുള്ള തൈകളാണ്. ഇതാ കണ്ടില്ലേ, ഇത്രയും നല്ല കരുത്തുള്ള തൈകളാണ് നമ്മൾ
ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് വാട്സാപ്പ് നമ്പറാണ്. ഈ കാണുന്നത് പന്നിയൂർ 5ൻ്റെ തൈകളാണ് ഈ കാണുന്നത്. അതുപോലെ ഈ കാണുന്നത് പന്നിയൂർ 10ൻ്റെ തൈകളാണ്. പന്നിയൂർ 10ൻ്റെത് പുതിയ പന്നിയൂർ ശ്രേണിയിൽ പുതിയ തൈകളാണ്. പന്നിയൂർ 10. പന്നിയൂർ 10ൻ്റെ തിരി വലുപ്പം ഉണ്ടാവും. കുരുമുളകിന് തിരി വലുപ്പത്തോട് കൂടിയിട്ടുള്ളൊരു ഇനാണ് നമ്മുടെ ഈ പന്നിയൂർ 10. പന്നിയൂർ 10ൻ്റെ കൊടിയാണ് ഈ കാണുന്നത്. ഇത്രയും നല്ല ആരോഗ്യമുള്ള കൊടികളാണ് നമ്മളിവിടുന്ന് കൊടുക്കുന്നത്. ഇത് നാഗപതി രീതിയിൽ വേര് പിടിപ്പിച്ച തൈകളാണ്. നിങ്ങൾക്ക് ഈ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് വാട്സാപ്പ് നമ്പറാണ്. അതുപോലെ ഇതാണ് നമ്മുടെ നാഗപതി രീതിയിൽ വേര് പിടിപ്പിക്കുന്ന തൈകളാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഓരോ തിരികളുടെ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗ് നിറച്ചും ഇതുപോലെ തിരികൾ വരുന്നതിനനുസരിച്ച് ഇതാ ഇവിടുന്ന് ഇപ്പം അടുത്ത തിരിയാണ്. ഇതിപ്പം ഇന്നലെ മണ്ണ് വെച്ചതാണ്. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ ശേഷം ഇവിടെയും നമ്മൾ ഗ്രോ ബാഗ് വെച്ച് കൊടുക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ വേര് പിടിപ്പിച്ച് നമ്മൾ ഇതിൻ്റെ പിറക് വശത്തു നിന്ന് ഏകദേശം ഒരു 15 മുട്ടുകൾ വന്നതിന് ശേഷം പിറക് വശത്ത് നിന്നാണ് നമ്മൾ 1-2 തൈകൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് 2 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് വിൽപ്പനക്ക് കൊടുക്കുന്നത്. അതായത് ശക്തിയോടുകൂടി തിരികൾ വന്നതിന് ശേഷമാണ് നമ്മളിത് പുറത്ത് കൊടുക്കുന്നത്. അങ്ങനെ വരുന്ന തൈകൾ നമുക്ക് 1 വർഷം കൊണ്ട് തന്നെ നമുക്കിത് തിരികളിടുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ സ്റ്റോക്ക് പന്നിയൂർ 1, പന്നിയൂർ 5, പന്നിയൂർ 10ൻ്റെ തൈകൾ മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് മതി. നമ്മുടെ നഴ്സറി ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരത്താണ്. ഇത് വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് കൊറിയറായിട്ടും അയച്ചു കൊടുക്കുന്നതാണ്.